12ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനറിയിൽ പ്രവേശിച്ചത്. നാളിതുവരെ നിക്കർ മാത്രം ധരിച്ചിരുന്ന എനിക്ക് സെമിനറിയിലെ യൂണിഫോമായ മുണ്ടും കോട്ടും ഒന്നും അത്ര സുഖമായി തോന്നിയില്ല. മുണ്ട് ശരിയായിട്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് സെമിനാരിയിൽ ചേരുന്ന സമയത്ത് വീട്ടിൽ നിന്നൊരു ബെൽറ്റൊക്കെ തന്നാണ് എന്നെ അയച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ സഹപാഠികളൊക്കെ ഭംഗിയായി മുണ്ട് ധരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. അടുത്ത കൊല്ലം ഏതായാലും ഫ്രാൻസിസ്കൻ 3ാം സഭ അംഗമായി. അപ്പോൾ ലഭിച്ച ചരട് എല്ലാ രീതിയിലും 5 കൊല്ലം എന്നെ സംരക്ഷിച്ച് സുഖമാക്കി മേജർ സെമിനാരിയിലേക്ക് പോകുന്നതിന് സഹായിച്ചു. ചരടിനെ കുറിച്ച് സൂചിപ്പിച്ചത് എനിക്ക് ഇന്ന് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ അറിയാം. ബഹുമാന്യരായ കപ്പുച്ചൻ സഭാംഗങ്ങൾ അത് ധരിക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എന്നാൽ ആ കൊച്ചുകാലത്ത് ഏറ്റവും അനുഗ്രഹപ്രദമായി തോന്നിയത് 3ാം സഭയുടെ ഈ ചരട് തന്നെയായിരുന്നു. എൻ്റെ ഇടവക പുനലൂരാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ കാപ്പിപ്പൊടി നിറമുള്ള അച്ഛന്മാരെ കണ്ടു. അവർ ഞങ്ങളുടെ ഇടവകയിൽ വന്നത് ധ്യാനം പ്രസംഗിക്കാനായിരുന്നു. ധ്യാനം പ്രസംഗിച്ചത് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയുമില്ല, മനസ്സിലാക്കാനുള്ള പ്രായവും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം കൃത്യമായി ഓർമ്മിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ പ്രസംഗം സെമിത്തേരിയിലായിരുന്നു. സെമിത്തേരിയുടെ മുമ്പിലൂടെ ഓടിപ്പോയിട്ടുള്ള ഞാൻ ഇത് എന്താണെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു. സെമിത്തേരിയിൽ ഒരു പ്രസംഗം. ഏതായാലും മറ്റുള്ളവരോടുകൂടി സെമിത്തേരിയുടെ പ്രസംഗം ശ്രദ്ധിക്കാൻ പോയി. അന്നും പറഞ്ഞതൊന്നും മനസ്സിലായില്ല, കാരണം പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാൻ. ഒരു കാര്യം ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർമ്മിക്കുന്നത്, ആ വൈദികന്റെ കയ്യിൽ ഒരു തലയോട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു. അതുവരെ കണ്ടിരുന്നത് അപകട സൂചനയായിട്ട് തലയോട്ടിയും കൈകളുമായിരുന്നു. ഈ അച്ഛൻ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് പ്രസംഗിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം ഇന്നെനിക്ക് ബോധ്യമുണ്ട്, അനുതാപത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിന് അങ്ങനെ ഒരു പ്രസംഗം ആവശ്യമായിരുന്നതുകൊണ്ട് ഈ കപ്പുച്ചൻ സഭാംഗങ്ങൾ അന്ന് സെമിത്തേരിയുടെ ഒരു പ്രസംഗവും ഈ തലയോട്ടി എടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെക്കുന്ന പതിവുണ്ടായിരുന്നു. മിഡിൽ സ്കൂളിലായപ്പോൾ എൻ്റെ ഇടവകയിലേക്ക് കൊല്ലം തില്ലേരി ആശ്രമത്തിൽ നിന്ന് സഹോദരന്മാർ അവധിക്കാലം ചെലവിടുന്നതിനായി വന്നു. എൻ്റെ കുടുംബ വീട്ടിൽ നല്ലൊരു കുളമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സഹോദരന്മാർ അവിടെ അവധി ചെലവിടാനായിട്ട് വന്നെത്തിയത്. അവധി ചെലവിടാൻ വന്ന ഈ സഹോദരന്മാരോടൊപ്പം അൾത്താര ശുശ്രൂഷകരായ ഞങ്ങൾ പലരും കൂടി ഇവരോടൊത്ത് സഞ്ചരിക്കാനും സ്ഥലങ്ങൾ കാണാനും ആറ്റിൽ കുളിക്കാനുമൊക്കെ പോകുന്നത് പതിവായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് വികാരിയച്ഛൻ്റെ ബന്ധുവായ ഒരു സുഹൃത്തും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കപ്പൂച്ചൻ സഭാംഗങ്ങളോട് ചേർന്ന് കുറേ ദിവസം ചെലവിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കപ്പൂച്ചിനായ കൊള്ളാമെന്നുള്ളൊരു ധാരണയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ ആ കൊല്ലം സെമിനാരിയിലേക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞു. ഈ കപ്പൂച്ചിനാകാനുള്ള ആഗ്രഹമൊക്കെ പതുക്കെ തണുത്തുപോയി. അതിൻ്റെ പിറ്റേ വർഷം എൻ്റെ ഈ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് പുത്തമ്പര എന്നാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും ഈ കപ്പൂച്ചൻ സഭാംഗങ്ങളോട് ചേർന്ന് കപ്പൂച്ചൻ സഭയിൽ ചേരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം അടുത്ത കൊല്ലം സെമിനാരിയിൽ ചേർന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കപ്പൂച്ചനാകാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു. കിട്ടിയത് മതി എന്ന് കരുതി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് രൂപതാ വൈദികനായി തുടരാൻ തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ മോഹമൊക്കെ കൊണ്ടു നടന്ന കാലത്ത് ഞങ്ങളുടെ പ്രീഫെക്ട് അച്ഛനായിരുന്ന എമ്മാനുവൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, സന്യാസം എന്ന് പറയുന്നത് സുപ്പീരിയർ വൊക്കേഷനാണ്, ഏറ്റവും സമുന്നതമായ ദൈവവിളിയാണ്. അത് സാധാരണ വൈദികർക്കുള്ളതല്ല എന്ന് കൃത്യമായി ഞങ്ങളെ ബോധ്യപ്പെടുത്തി. കാരണം ഏറെ ത്യാഗവും പ്രാർത്ഥനയുമൊക്കെ വേണ്ടുന്ന ജീവിതമാണ് സന്യാസ ജീവിതമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. സെമിനാരിയിൽ പ്രവേശിച്ച എനിക്ക്
കൂടുതൽ ഇഷ്ടമായി തോന്നിയത് സെമിനറിയുടെ കാലയളവിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പഠിക്കുന്നതിനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമെല്ലാം നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. പല കാര്യങ്ങളും ഇന്ന് കൃത്യമായി ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ജനിച്ച നാട്ടിലെത്താൻ കഴിയുമോ എന്നുള്ള ചിന്തയൊന്നും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇറ്റലിയിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഏറെ പ്രാവശ്യം സന്ദർശിച്ചത് അസീസി പട്ടണമാണ്. കൂടാതെ ഒരു അവധിക്കാലത്ത് അസീസി പട്ടണത്തിനടുത്തുള്ള സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ അവധിക്കാലം. അതുകൊണ്ട് കാൽനടയായി അസീസിയിലേക്ക് പോകുന്നതിനും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റോമിൽ പോയി അസീസി പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പോകാൻ സാധിച്ചില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ലക്ഷോപലക്ഷം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത പിൻചെല്ലുന്ന സന്യസ്തർക്കും ഒരത്ഭുത പ്രതിഭാസമാണ്. വിശുദ്ധൻ്റെ ജീവിതം ആഴത്തിൽ പഠിക്കുന്ന ഒരു സന്യാസിക്കോ സന്യാസിനിക്കോ സമർപ്പിത ജീവിതത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം.